ഈ വീഡിയോയിൽ നോക്കുന്നത് ജോൺസൺസ് ന്യൂമറിക്കൽ അനാലിസിസ് യൂസ് ചെയ്ത് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: എ ഡുവൽ റൈസ് ഡുവൽ ക്യാം ഹാസ് എ റൈസ് ഓഫ് 1.05 cm with cycloidal motion in 136 degree of cam rotation. The follower is assembled with a 200 Newton per meter retaining spring with no preload. The follower train has an equivalent mass of 1.54 gram and an equivalent spring constant of 3600 Newton per meter. Determine the follower response of the system for a cam speed of 3500 rpm using Johnson's method. ഇതിൽ തന്നിട്ടുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ക്യാം റൈസ് എച്ച് ഈക്വൽ ടു 1.05 സെൻറ്റിമീറ്റർ, ടോട്ടൽ ക്യാം റൊട്ടേഷൻ എന്ന് പറയുന്നത് 136 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ബീറ്റ ഈക്വൽ ടു 136 degree. Follower is assembled with a 200 Newton per meter retaining spring. അപ്പോൾ അവിടെ നിന്ന് സ്റ്റിഫ്നെസ് K1 ഈക്വൽ ടു 200 Newton per meter. The follower train has an equivalent mass of 1.54 gram. Mass of follower എന്ന് പറയുന്നത് 1.54 gram ആണ്. അതിനെ കിലോഗ്രാമിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ 0.00154 kilogram and an equivalent spring constant of 3600 Newton meter. അവിടെ നിന്ന് K2 equal to 3600 Newton per meter. Determine the response of the system for a cam speed of 3500 rpm. N equal to 3500 rpm. ഇത്രയാണ് തന്നിട്ടുള്ള ഡീറ്റെയിൽസ്. റെസ്പോൺസ് ആണ് കാണേണ്ടത്. rpm തന്നിട്ടുള്ളതുകൊണ്ട് അവിടുന്ന് ഒമേഗ ഈക്വൽ ടു 2πn/60. അതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2π × 3500/60 ഈക്വൽ ടു 366.51 റേഡിയൻ പെർ സെക്കൻഡ് ഒമേഗ ആയി. അടുത്തത് ഡെൽറ്റ തീറ്റ. ഡെൽറ്റ തീറ്റ മസ്റ്റ് ബി ലെസ് ദാൻ തീറ്റ/2π. ആദ്യം ഡിഫൈൻ ചെയ്യേണ്ടത് തീറ്റയാണ്. തീറ്റ ഈക്വൽ ടു 360/λ. ഈ ലാംഡയുടെ വാല്യൂ ലാംഡ ഈക്വൽ ടു ഒമേഗ n/ഒമേഗ. ആദ്യം വേണ്ടത് ഒമേഗ n ആണ്. നാച്ചുറൽ ഫ്രീക്വൻസി ഒമേഗ n ഈക്വൽ ടു √K1 + K2/m ഈക്വൽ ടു √K1 എന്ന് പറയുന്നത് 200 ആണ്. K2 3600 ഡിവൈഡ് ബൈ മാസ് 0.00154. ഇത് ചെയ്യുമ്പോഴേക്കും 1570.8 റേഡിയൻ പെർ സെക്കൻഡ് ഒമേഗ n ആയി. ലാംഡ ഈക്വൽ ടു ഒമേഗ n/ഒമേഗ ഈക്വൽ ടു 1570.8 ഒമേഗ 366.5. ഇവിടെ നിന്ന് ലാംഡയുടെ വാല്യൂ ലാംഡ ഈക്വൽ ടു 4.286 എന്ന് കിട്ടും. ലാംഡ കിട്ടിക്കഴിഞ്ഞാൽ തീറ്റ ഈക്വൽ ടു 360/λ. 360/4.286 ഈക്വൽ ടു 84 ഡിഗ്രി. ഇവിടെ നിന്ന് ഡെൽറ്റ തീറ്റയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡെൽറ്റ തീറ്റ മസ്റ്റ് ബി ലെസ് ദാൻ തീറ്റ/2π. തീറ്റ ഈക്വൽ ടു 84 ആണ്. 84/2π ഈക്വൽ ടു 13.36. സോ ഡെൽറ്റ തീറ്റ മസ്റ്റ് ബി ലെസ് ദാൻ 13.36. ഈ കേസിൽ ഡെൽറ്റ തീറ്റ ഈക്വൽ ടു 10 ഡിഗ്രി എന്ന് എടുക്കുന്നു. ഓക്കെ, ഇത്രയാണ് ഇനിഷ്യൽ സ്റ്റെപ്സ്. ജോൺസൺസ് മെത്തേഡ് യൂസ് ചെയ്ത് നമ്മുടെ x2ൻ്റെ ഇക്വേഷൻ, അതായത് റെസ്പോൺസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ തീറ്റ/ഒമേഗ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു K1 + K2 ഇൻറ്റു y0 - x0 ഡിവൈഡ് ബൈ m പ്ലസ് 2x0 - x1. ഇതിനകത്ത് നമുക്കറിയാവുന്ന വാല്യൂസ് ഡെൽറ്റ തീറ്റ 10 ഡിഗ്രി എന്നുണ്ട്. അതിനെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 10 × π/180 ഇൻറ്റു ഒമേഗയുടെ വാല്യൂ 366.5 ഹോൾ സ്ക്വയർ ഇൻറ്റു K1 + K2. K1 എന്ന് പറയുന്നത് 200, K2 3600 ബൈ m
0.00154 into y0 minus x0 plus 2 into x0 minus x1. പിന്നെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 0.559559 into y0 minus x0 plus 2x0 minus x1. ഇതാണ് x2ൻ്റെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഇക്വേഷൻ. അടുത്ത് ഇതിപ്പോൾ സൈക്ലോയിഡൽ മോഷൻ ആണെങ്കിൽ ഫോർ സൈക്ലോയിഡൽ മോഷൻ y equal to h into theta by beta minus 1 by 2 pi sin 2 pi into theta by beta. h എന്ന് പറയുന്നത് ടോട്ടൽ ലിഫ്റ്റ് ആണ്. അത് 1.05 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ഇതിനകത്ത് യൂസ് ചെയ്യുമ്പോഴേക്കും ഇതിനകത്ത് റേഷ്യോ ആയതുകൊണ്ട് തന്നെ റേഡിയനിൽ യൂസ് ചെയ്യണമെന്നില്ല, ഡിഗ്രിയിൽ തന്നെ ഓരോ വാല്യൂസും കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഡെറിവേഷനിൽ നോക്കിയതാണ് y0 ഈക്വൽ ടു k2y ബൈ k1 പ്ലസ് k2. അപ്പോൾ ആദ്യം y കാണുന്നു, അത് കഴിഞ്ഞ് y0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഈ വാല്യൂ യൂസ് ചെയ്താണ് ബാക്കി കാൽക്കുലേഷൻ. ഇത് ചെയ്യാനായിട്ട് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. ഈ രീതിയിലൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് ഡിഗ്രി, സെക്കൻഡ് കോളം എന്ന് പറഞ്ഞാൽ y0 ഡാഷ്, തേർഡ് കോളം x2, ഫോർത്ത് കോളം y0 ഡാഷ് മൈനസ് x0 ഡാഷ്, ഫിഫ്ത്ത് കോളം 0.5596 into y0 ഡാഷ് മൈനസ് x0 ഡാഷ്, സിക്സ്ത്ത് 2x0 മൈനസ് x1. ഈ 5 പ്ലസ് 6 എന്ന് പറയുന്നത് പ്രീവിയസ് ഐട്രേഷനിലുള്ള ഫിഫ്ത്ത് സിക്സ്ത്ത് കോളം തമ്മിൽ ആഡ് ചെയ്ത് അവിടെ എഴുതുക. അപ്പോൾ ഇതിൽ ഡെൽറ്റ തീറ്റ, ഈ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇൻക്രിമെൻ്റ് ആണ്. ഫസ്റ്റ് 0 എടുത്തു കഴിഞ്ഞാൽ എല്ലാം 0 കൊടുക്കാം, ഡിസ്പ്ലേസ്മെൻറ്റ് 0, വാല്യൂസ് 0. സെക്കൻഡ് ഇൻക്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ 10 ഡിഗ്രി, ഡെൽറ്റ തീറ്റ 10 ആയതുകൊണ്ട് 10 കൊടുത്താൽ അവിടെ y0 ഡാഷ് കാൽക്കുലേറ്റ് ചെയ്യണം. അതിനായിട്ട് ആ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യാം. ഇവിടെയുള്ള ഇക്വേഷൻ ഇതാണ്, y ഈക്വൽ ടു h ഇൻറ്റു തീറ്റ ബൈ ബീറ്റ മൈനസ് 1 ബൈ 2 പൈ ഇൻറ്റു സൈൻ 2 പൈ തീറ്റ ബൈ ബീറ്റ. ഈ കിട്ടുന്ന y എടുത്ത് y0 ഈക്വൽ ടു y k2 ബൈ k1 പ്ലസ് k2 ഈ ഇക്വേഷനിൽ കൊടുക്കുക. ഈ വാല്യൂ ആണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വാല്യൂ വരുമ്പോഴേക്ക് എച്ചിൻ്റെ വാല്യൂ ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. h ഈക്വൽ ടു 1.05 ഇൻറ്റു തീറ്റയുടെ വാല്യൂ 10 ഡിഗ്രി, 10 ബൈ ടോട്ടൽ ബീറ്റ എന്ന് പറയുന്നത് 136 മൈനസ് 1 ബൈ 2 പൈ ഇൻറ്റു സൈൻ 2 പൈ ഇൻറ്റു തീറ്റ ഈക്വൽ ടു 10 ബൈ ബീറ്റ ഈക്വൽ ടു 136. ചെയ്യുമ്പോഴേക്കും y ഈക്വൽ ടു 0.075854 എന്ന് കിട്ടും. ഇവിടെ ഈ y0യിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ y0 ഈക്വൽ ടു 0.0758584 ഡിവൈഡ് ബൈ ഇൻറ്റു k2 ബൈ k2 ഈക്വൽ ടു 3600 ബൈ k1 പ്ലസ് k2. ചെയ്യുമ്പോഴേക്കും y0യുടെ വാല്യൂ 0.07186 എന്ന് കിട്ടും. ഇതാണ് ഇവിടെ എഴുതേണ്ടത്, 0.07186. അടുത്ത കോളം പ്രീവിയസ് ഐട്രേഷനിലെ 5ഉം 6ഉം, പ്രീവിയസ് ഐട്രേഷനിലെ 5 0 6ഉം 0 ആണ്. അപ്പോൾ ഈ വാല്യൂ 0. y0 ഡാഷ് മൈനസ് x0 ഡാഷ്, y0 ഡാഷ് മൈനസ് x0 ഡാഷ് ആണ്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എടുക്കുന്ന റോയിലെ ഈ വാല്യൂ എന്ന് പറയുന്നത് x2 ആണ്. അതിന് തൊട്ട് ഇതിപ്പോൾ x2 ആണെങ്കിൽ തൊട്ട് മുമ്പത്തത് x0, അതിന് മുമ്പുള്ളത് x1. നമ്മുടെ ഗ്രാഫിലെ ഡെറിവേഷനിൽ പറഞ്ഞതുപോലെയാണ് 102. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ y0 ഡാഷ് മൈനസ് x0 ഡാഷ്, y0 ഡാഷ് ഏതാണ്, മൈനസ് x0 ഡാഷ് എന്ന് പറയുന്നത് ഇവിടെ വരുന്ന 0. അപ്പോൾ ഇവിടെ വരുന്ന വാല്യൂ 0.07186. y0 ഡാഷ് മൈനസ് x0 ഡാഷ് ഇൻറ്റു 0.5596. അത് ചെയ്യുമ്പോഴേക്കും 0.04179. ഓക്കെ, ലാസ്റ്റ് വരുന്നത് 2x0 മൈനസ് x1. നമ്മൾ എടുക്കുന്ന റോയിലുള്ളതിനെ x2 ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് x0, അതിന് മേളിലാണ് x1 ഇല്ലാത്തതുകൊണ്ട് അതും 0 ആയിട്ട് അസ്യൂം ചെയ്യുന്നു. ഈ കേസിൽ
2x0 2 into 0 minus x0 എന്തായി 0 തന്നെ വരും. അടുത്ത ഇറ്ററേഷൻ ആകുമ്പോഴേക്കും ഇവിടെ 20 ഡിഗ്രി ആവും. അപ്പോൾ വീണ്ടും ഈ സെയിം പ്രൊസീജിയർ കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ നിന്ന് എക്സിൻ്റെ വാല്യൂ 1.05 ഇൻറ്റു ഈ തീറ്റയ്ക്കാണ് ചേഞ്ച് വരുന്നത്, അത് 20 ബൈ ബീറ്റയുടെ വാല്യൂ 136 മൈനസ് 1/2π ഇൻറ്റു സൈൻ 2π ഇൻറ്റു 20 ബൈ 136. ഈ കിട്ടുന്ന വാല്യൂവിനെയാണ് അടുത്ത y0 ഈക്വൽ ടു y ഇൻറ്റു 3600 k2 ബൈ 200 പ്ലസ് 3600 ഈ വാല്യൂവിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് y0 കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ചെയ്യുമ്പോഴേക്കും y ഈക്വൽ ടു 0.151768 എന്ന് കിട്ടും. അതിനോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴേക്കും y0 ഈക്വൽ ടു 0.14373. ഈ വാല്യൂ ആണ് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്, 0.14373. അടുത്തത് തൊട്ട് മുമ്പത്തെ ഇറ്ററേഷനിലുള്ള 5ഉം 6ഉം. ഇവിടെ 5ൻ്റെ വാല്യൂ ഇതാണ്, 6 0. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴേക്കും 0.4179. ഇപ്പം നേരത്തെ പറഞ്ഞു ഏത് റോ ആണോ എടുക്കുന്നത് ആ റോയിലെ ഈ എക്സ് മാത്രമാണ് x2 എന്ന് എടുക്കുന്നത്. അതായത് ഈ വാല്യൂവിനാണ് ഇപ്പോൾ x2 എന്ന് എടുക്കുന്നത്. അപ്പോൾ തൊട്ട് മുമ്പുള്ളത് x0 ആവും, അതിന് മുമ്പുള്ളത് x1 ആവും. ഓരോ ഇറ്ററേഷനിലും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഇക്വേഷനിലേക്ക് നോക്കുമ്പോൾ y0 മൈനസ് എക്സ് ഡാഷ് 0. അപ്പോൾ y ഡാഷ് 0 എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ ആണ്, മൈനസ് എക്സ് ഡാഷ് 0 എന്ന് പറഞ്ഞാൽ 0. ഇതൊന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 0.14373. അടുത്തിവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേക്കും ഈ കോളത്തിൽ വരുന്നത് 0.5596 ഇൻറ്റു 0.14373 ചെയ്യുമ്പോഴേക്കും 0.0802. അടുത്ത ഈ കോളം കിട്ടാനായിട്ട് 2x0 മൈനസ് x1. അപ്പോൾ ഇപ്പോൾ ഉള്ള റോ എന്ന് പറയുന്നത് x2 ആണ്, അതിന് തൊട്ട് മുമ്പുള്ളത് x0, ഇത് x1. അപ്പോൾ 2x0 എന്ന് പറഞ്ഞാൽ 0, 0 മൈനസ് 0, ഇവിടെയും 0 തന്നെ വരും. അടുത്ത റോ ഇതാണ്, അവിടെ ഡെൽറ്റ തീറ്റ, അതായത് എത്രയാവും 10ഉം കൂടി ഇൻക്രിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 30 ഡിഗ്രി ആയി. അപ്പോൾ നമ്മുടെ ഈ ഇക്വേഷനകത്ത് ഈ 20 മാറ്റിയിട്ട് അവിടെ 30 കൊടുത്താൽ മതി. (30/136) കൂടെയും 30/136 ഈക്വൽ ടു 0.22757 എന്ന് കിട്ടും. പിന്നെ y ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 0.2155. ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 0.2155. അത് കഴിഞ്ഞാൽ പ്രീവിയസ് ഇറ്ററേഷനിലുള്ള 5th 6th കോളം ആഡ് ചെയ്ത് ഇവിടെ എഴുതുക, 0.0802. അവിടെ ഒരു 0 ഉണ്ട്. ഓക്കെ, അടുത്തത് y0 ഡാഷ് മൈനസ് x0. അപ്പോൾ ഇപ്പോൾ ഉള്ള കോളത്തിലുള്ള ഇതെന്ന് പറയുന്നത് x2 ആണ്, ഇത് x0, x1. അപ്പോൾ y0 മൈനസ് x0 എന്ന് പറഞ്ഞാൽ ഈ നമ്പറിൽ നിന്ന് x0 മൈനസ് ചെയ്യുക, 0.2155 മൈനസ് 0.0417. അവിടെ നിന്ന് ഈ വാല്യൂ എന്ന് പറയുന്നത് 0.1754 എന്ന് കിട്ടും. അടുത്തത് ഇതിനെ 0.5596, അതായത് ഈ കിട്ടിയ വാല്യൂവിനെ 0.5596 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേക്കും ഇവിടെ കിട്ടുന്ന വാല്യൂ 0.098. അടുത്ത 2x0 മൈനസ് x1. 2x0 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കിട്ടിയ റോയാണ് x2, ഇതാണ് x2. അങ്ങനെയാണെങ്കിൽ ഇത് x0, ഇത് x1. ഇവിടെ x0ക്ക് ഒരു വാല്യൂ ഉണ്ട്, 2x0 എടുത്തു കഴിഞ്ഞാൽ 0.0802 എന്ന് കിട്ടും. ലാസ്റ്റ് ഡിജിറ്റ് റൗണ്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ 0.0802 എന്ന് കിട്ടും. അടുത്ത റോയിൽ അടുത്ത ഇൻക്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ 10 ഇൻക്രിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ 40 ഡിഗ്രി. അപ്പോൾ അതിനും ഈ സെയിം പ്രൊസീജിയർ തന്നെ, ഇവിടെ 30 മാറ്റി 40 കൊടുക്കുക.
40, ഇവിടെ 40 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കിട്ടുന്ന ആൻസർ y അടുത്ത താഴത്തെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈക്വൽ ടു 0.3034. ഇതിന് 3600 ഈ വാല്യൂ കിട്ടിയ വാല്യൂ ഇൻറ്റു 3600/200 പ്ലസ് 3600 ചെയ്യുമ്പോഴേക്കും പുതിയ y0ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.2873 എന്ന് കിട്ടും. ഇതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. 0.2873. അടുത്ത റോയിൽ ഈ രണ്ട് വാല്യൂസും കൂടെ ആഡ് ചെയ്ത് അവിടെ എഴുതുക. ആ വാല്യൂ എന്ന് പറയുന്നത് 0.1782. നെക്സ്റ്റ് റോയിൽ ചെയ്യേണ്ടത് y0 മൈനസ് x0 ആണ്. അതായത് ഈ വാല്യൂവിൽ നിന്ന് തൊട്ട് മുമ്പത്തെ ഈ വാല്യൂ മൈനസ് ചെയ്യുക. ഇവിടെയും കിട്ടുന്നത് 0.2071. അതിനെ 0.5596 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഈ കോളത്തിൽ എഴുതാം. 0.1157 ലാസ്റ്റ് 2x0 മൈനസ് x1. 2 ഇൻറ്റു ഈ കോളത്തിലുള്ള വാല്യൂ മൈനസ് തൊട്ട് മേളിലുള്ളത്. അത് ചെയ്യുമ്പോഴേക്കും 0.1203 എന്ന് കിട്ടും. അപ്പോൾ ഇതുപോലെ ബാക്കി റോയിൽ 50 തീറ്റ 50 ആകുമ്പോൾ 60, 70, 80, 90, 100, 110, 120, 130, 140 വരെ ചെയ്യണം. കാരണം 136 ആണ് ബീറ്റ. അപ്പോൾ 136 കഴിഞ്ഞ് വരുന്ന അടുത്തൊരു നമ്പർ വരെ റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട റെസ്പോൺസ് ഈ കോളത്തിൽ കിട്ടും. അതുപോലെ ഇതെന്ന് പറയുന്നത് ഫോളോവർ കമാൻഡ്. ഇതിനകത്ത് ലാസ്റ്റ് ഈ വരുന്ന ഡിഫറൻസിന് കാരണം 136 വരെയാണ് ബീറ്റ ഉള്ളത്. നമ്മൾ 140 എടുത്തുകൊണ്ടാണ് 1.0057 എന്ന് വന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്. കൂടുതൽ വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യും.